അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 2ാം ഭാഗത്തിലെ 2ാമത്തെ പാഠം യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. നമുക്ക് ഇൻഷാ അല്ലാഹ് പാഠം വായിക്കാം. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിൻ്റെ ഒരു ഭാഗമാണത്. സ്ത്രീകൾ എന്ത് ചെയ്യണം? ശരീരകമാകെ മറക്കുന്ന അയവുള്ള വസ്ത്രം ധരിക്കുക എന്ന്. അതായത് പാഠത്തിൽ ആ ആയത്തും അതിൻ്റെ അർത്ഥവും വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടുന്നത് കൃത്യമായിട്ട് മനസ്സിലാകും. നമുക്ക് പാഠം വായിക്കാം. നിങ്ങൾ രണ്ടുപേരും അന്ധരാണോ? നിങ്ങൾ അദ്ദേഹത്തെ കാണുകയില്ലേ? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, മൈമൂന റളിയല്ലാഹു അൻഹുമ. ഉമ്മു സലമ, മൈമൂന റളിയല്ലാഹു അൻഹുമ എന്നിവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. നബി പത്നിമാരായ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അന്ധനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് ഭാര്യമാരോടും മറയുടെ പിറകിലേക്ക് പോകാൻ പറഞ്ഞു. അവർ ചോദിച്ചു, അദ്ദേഹം അന്ധനല്ലേ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ചോദ്യം ഉന്നയിച്ചത്. ഏത് ചോദ്യം? നിങ്ങൾ രണ്ടുപേരും അന്ധരാണോ? നിങ്ങൾ അദ്ദേഹത്തെ കാണുകയില്ലേ എന്ന്. ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ പത്നിമാരാകുന്ന ഉമ്മു സലമ, മൈമൂന റളിയല്ലാഹു അൻഹയും ഒന്നിച്ചിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ആര് കടന്നു വരുന്നത്? ബഹുമാനപ്പെട്ട അന്ധനായ കണ്ണ് കാണാൻ കഴിയാത്ത അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ രണ്ട് ഭാര്യമാരോട് എന്ത് ചെയ്യും? മറയുടെ പിറകിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ അവരോട് ചോദിച്ചതാണ് എന്ത്? വരുന്നത് ആരാ? അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം തങ്ങൾ. അദ്ദേഹത്തിന് കണ്ണ് കാണൂല, അദ്ദേഹം അന്ധനല്ലേ, അദ്ദേഹത്തിന് കണ്ണ് കാണൂലല്ലോ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദ്യം ഏത്? നിങ്ങൾ രണ്ടുപേരും അന്ധരാണോ? നിങ്ങൾ അദ്ദേഹത്തെ കാണുകയില്ലേ എന്ന്. അപ്പോൾ ഇങ്ങോട്ട് മാത്രമല്ല അങ്ങോട്ട് കാണുന്നതും ഏതാണ്? തെറ്റ് തന്നെയാണ്. സ്ത്രീകൾ പുരുഷനെ കാണുന്നതും പുരുഷൻ സ്ത്രീയെ കാണുന്നതും, അന്യപുരുഷൻ അന്യ സ്ത്രീയെ കാണുന്നതും അന്യ സ്ത്രീ അന്യ പുരുഷനെ കാണുന്നതും രണ്ടും തെറ്റ് തന്നെയാണ്. അതാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും രണ്ട് ഭാര്യമാരും, ഏതൊക്കെയാണ് ആ ഭാര്യമാർ? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, മൈമൂന റളിയല്ലാഹു അൻഹ. അവർ ഒന്നിച്ചിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ആര് കടന്നു വന്നു? ആരാ കടന്നു വന്നത്? അബ്ദുല്ലാഹിനും ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് എന്ത് കാണുകയില്ല? കണ്ണ് കാണുകയില്ല. അപ്പോഴാണ് നബി തങ്ങൾ അവരോട് ഭാര്യമാരോട് പറഞ്ഞത് നിങ്ങൾ മറയുടെ പിന്നിലേക്ക് പോവുക എന്ന്. അപ്പോൾ അവരവിടുന്ന് തിരിച്ചു ചോദിച്ചു, അദ്ദേഹം അന്ധനല്ലേ, അദ്ദേഹം നമ്മളെ കാണൂലല്ലോ എന്ന്. അപ്പോഴാണ് റസൂലുള്ളാഹി തിരിച്ചു ചോദിച്ചത്, നിങ്ങൾ രണ്ടുപേരും അന്ധരാണോ? നിങ്ങൾ അദ്ദേഹത്തെ കാണുകയില്ലേ? സ്ത്രീ വീടിൻ്റെ വിളക്കാണ്. ഒരു സംഭവം തുടക്കത്തിൽ പറഞ്ഞു. ഇനി നമ്മൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ ധാരണയെക്കുറിച്ചൊക്കെയുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. സ്ത്രീ വീടിൻ്റെ വിളക്കാണ്, വീടിൻ്റെ ഐശ്വര്യമാണ്. അതിനാൽ അത്യാവശ്യത്തിന് മാത്രമേ പുറത്തു പോകാവൂ. പുറത്തു പോകുമ്പോൾ ഹിജാബ് ധരിക്കണം. പുറത്തു പോകുമ്പോൾ എന്ത് ധരിക്കണം? ഹിജാബ് ധരിക്കണം. അന്യപുരുഷന്മാരുടെ അരികിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ശരീരം മുഴുവൻ എന്ത് ചെയ്തോളണം? മറച്ചോളണം. ഇനി പുറത്തു പോകുമ്പോഴുള്ള മറ്റൊരു നിബന്ധന, ഭർത്താവോ മഹ്റമായ പുരുഷനോ വിശ്വസ്തരായ സ്ത്രീകളോ കൂടെ വേണം. ഒന്നുകിൽ ഭർത്താവ് വേണം, അല്ലെങ്കിൽ മഹ്റമായ പുരുഷന് ഉപ്പ, ആങ്ങളമാർ, രക്തബന്ധത്തിലുള്ള പുരുഷന്മാർ അവർ വേണം. അല്ലെങ്കിൽ ആര് വേണം? വിശ്വസ്തരായ സ്ത്രീകളോ കൂടെ വേണം. ഇങ്ങനെ ആരെങ്കിലും വേണം. പിന്നെ സ്ത്രീ യാത്ര ചെയ്യണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഒന്നുകിൽ ഭർത്താവ് വേണം, അല്ലെങ്കിൽ മഹ്റമായ പുരുഷന്മാർ, രക്തബന്ധത്തിലുള്ള പുരുഷന്മാർ, അല്ലെങ്കിൽ വിശ്വസ്തരായ സ്ത്രീകൾ. അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് അവിടുന്ന് മനസ്സിലായി. ഇനി നമുക്ക് നോക്കാം. സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ ഹറാമാണ്. സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ എന്താണ്? ഹറാമാണ്. പുരുഷന്മാരെ ആകർഷിക്കും വിധം സൗന്ദര്യം പ്രദർശിപ്പിച്ചോ ആകർഷകമായ വസ്ത്രങ്ങൾ ധരിച്ചോ അവൾ പുറത്തിറങ്ങരുത്. എന്താ പറഞ്ഞത്? പുരുഷന്മാരെ ആകർഷിക്കും വിധം സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് സ്ത്രീ എന്ത് ചെയ്യാൻ പാടില്ല? പുറത്തിറങ്ങാൻ പാടില്ല. അല്ലെങ്കിലോ ആകർഷകമായ വസ്ത്രങ്ങൾ ധരിച്ചോ അവൾ പുറത്തിറങ്ങരുത്. ആകർഷകമായ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അവൾ എന്ത് ചെയ്യാൻ പാടില്ല? പുറത്തിറങ്ങാൻ പാടില്ല. പുരുഷന്മാരുമായി ഇടകലരുന്ന സാഹചര്യം ഉണ്ടാവരുത്. പുരുഷന്മാരുമായിട്ട് ഇടകലരുന്ന സാഹചര്യം എന്ത് ചെയ്യരുത്? ഉണ്ടാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഖിർന ഫഇന്നഹു ലൈസ ലകുന്ന അൻ തഹ്ഖുന ത്വരീഖ അലൈകുന്ന ബിഹാഫത്തി ത്വരീഖ്. നിങ്ങൾ പുരുഷന്മാർക്ക് പിന്നിൽ നടക്കുക, വഴി മധ്യത്തിലൂടെ നടക്കരുത്, അരികിലൂടെ നടക്കുക. ചുരുക്കി പറഞ്ഞാൽ ഒതുങ്ങിയിട്ടായിരിക്കണം ജീവിക്കേണ്ടത്. നിങ്ങൾ പുരുഷന്മാർക്ക്
പിന്നിലായിരിക്കണം നടക്കേണ്ടത്. വഴി മധ്യത്തിലൂടെ നടക്കരുത്, അരികിലൂടെ എന്ത് ചെയ്യുക, നടക്കുക. ഒരു ചിട്ടയോടുകൂടെയും ഒരു അതബോടുകൂടെയൊക്കെ എന്ത് ചെയ്യാം, നടക്കുക. സ്ത്രീകളുടെ സുരക്ഷക്കാണ് ഇസ്ലാം പ്രാധാന്യം നൽകുന്നത്. സ്ത്രീകളുടെ സുരക്ഷക്കാണ് ഇസ്ലാം പ്രാധാന്യം നൽകുന്നത്. സ്ത്രീകൾക്ക് ജുമാ ഇല്ല, മസ്ജിദിൽ വെച്ചുള്ള ജമാഅത്തുമില്ല. മസ്ജിദിൽ പോയിക്കൊണ്ട് ജമാഅത്തായി, പള്ളിയിൽ പോയിക്കൊണ്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കണ്ട. എന്നാൽ പുരുഷന്മാർക്ക് മസ്ജിദിൽ വെച്ച് നിസ്കരിച്ചാലേ പൂർണ്ണ പ്രതിഫലം ലഭിക്കൂ. പുരുഷന്മാർക്കാണെങ്കിൽ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിച്ചാലേ അവർക്ക് എന്ത് ലഭിക്കുള്ളൂ, പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. വീടിനകത്ത് വെച്ച് നിസ്കരിക്കുന്നതിലൂടെയാണ് സ്ത്രീകൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുക. കണ്ടോ, സ്ത്രീകൾ പള്ളിയിൽ പോയി നിസ്കരിക്കല്ല വേണ്ടത്, അതല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പുറത്ത് മൈതാനത്ത് പോയിട്ടല്ല നിസ്കരിക്കേണ്ടത്. പിന്നെ എവിടെയാണ് നിസ്കരിക്കേണ്ടത്? അവളുടെ വീടിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് അവൾ നിസ്കരിക്കണം. അതിനാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത്. അതാണ് പറഞ്ഞത്, വീടിനകത്ത് വെച്ച് നിസ്കരിക്കുന്നതിലൂടെയാണ് സ്ത്രീകൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുക. ഉമ്മു ഹുമൈദിനി സാഇദി റളിയല്ലാഹു അൻഹ, ഉമ്മു ഹുമൈദിനി സാഇദി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഞാൻ അങ്ങയുടെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. ഉമ്മു ഹുമൈദിനി സാഇദി റളിയല്ലാഹു നബി തങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ അങ്ങയുടെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് എൻ്റെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ നിൻ്റെ വീടിൻ്റെ ഉള്ളറയിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് സ്വകാര്യ റൂമിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. എന്താ പറഞ്ഞത്? എന്നാൽ നിൻ്റെ വീടിൻ്റെ ഉള്ളറയിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് സ്വകാര്യ റൂമിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. അപ്പോൾ നമ്മൾ ബെഡ്റൂമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്വകാര്യ റൂമിനെ മനസ്സിലാക്കുക. ഉള്ളറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു റൂം ഉണ്ടാക്കിയിട്ട് ഒരു നിസ്കാര റൂമുണ്ട്. ആ നിസ്കാര റൂമിൽ വെച്ചുകൊണ്ട് ആ ഉള്ളറയിൽ വെച്ച് നിസ്കരിക്കലാണ് നിനക്ക് ഏറ്റവും നല്ലത്. എവിടെ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ സ്വകാര്യ റൂമിൽ വെച്ച്, എന്ന് പറഞ്ഞാൽ ആ ബെഡ്റൂമിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ആ ഉള്ളറയിൽ വെച്ച് നിസ്കരിക്കലാണ് നിനക്ക് ഏറ്റവും നല്ലത്. മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു. ഉമ്മു ഹുമൈദിനി സാഇദി റളിയല്ലാഹു നബി തങ്ങളോട് ചോദിച്ചാൽ, നബി അങ്ങയുടെ കൂടെ നിസ്കരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിനക്ക് എൻ്റെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് എനിക്കറിയാം. എന്നാൽ നിൻ്റെ വീടിൻ്റെ ഉള്ളറയിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് സ്വകാര്യ റൂമിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. അപ്പോൾ ബെഡ്റൂമിൽ വെച്ച് നിസ്കരിക്കുന്ന നല്ല എന്താ, നിൻ്റെ ഉള്ളിൽ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ആ റൂമിൽ വെച്ച് നിസ്കരിക്കലാണ്. എന്നിട്ട് വീണ്ടും റസൂൽ വിശദീകരിക്കുകയാണ്, സ്വകാര്യ റൂമിൽ നിസ്കരിക്കുന്നതാണ് പബ്ലിക് റൂമിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത്. സ്വകാര്യ റൂമിൽ എന്നാണ് നമ്മളെ ബെഡ്റൂം, ആ ബെഡ്റൂമിൽ നിസ്കരിക്കുന്നതാണ് നിനക്ക് നല്ലത്. എവിടെ നിസ്കരിക്കുക? പബ്ലിക് റൂമിൽ എന്ന് പറഞ്ഞാൽ ഡൈനിങ് ഹാൾ കൂട്ടാം, ഡൈനിങ് ഹാളിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത്. അപ്പോൾ ഡൈനിങ് ഹാളിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് എവിടെ വെച്ച് നിസ്കരിക്കലാണ്? നിൻ്റെ സ്വകാര്യ റൂമിൽ വെച്ച് നിസ്കരിക്കലാണ്. അതായത് ബെഡ്റൂം ആക്കാം, നമുക്ക് ബെഡ്റൂമിൽ വെച്ച് നിസ്കരിക്കലാണ്. ഇനി വീണ്ടും റസൂലുള്ളാഹി പറയുന്നു, നിൻ്റെ വീട്ടിലെ പബ്ലിക് റൂമിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് നിൻ്റെ കുടുംബ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത്. നിൻ്റെ വീട്ടിലെ പബ്ലിക് റൂമിൽ വെച്ച് നിസ്കരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡൈനിങ് ഹാളിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് നിനക്ക് നല്ലത്, നിൻ്റെ കുടുംബ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത്. കുടുംബത്തിന് വേണ്ടി നിർമ്മിച്ചൊരു പള്ളിയുണ്ട് വീടിൻ്റെ പുറത്ത്, ആ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും നല്ലത് എവിടെ വെച്ചിട്ടാണ്? പബ്ലിക് റൂമിൽ വെച്ച് നിസ്കരിക്കുക. അത് നമുക്ക് ഡൈനിങ് ഹാളായിട്ട് കൂട്ടാം. അപ്പോൾ ആ പബ്ലിക് റൂമിൽ വെച്ച് നിസ്കരിക്കലാണ് നിനക്ക് ഏറ്റവും ഉത്തമമെന്ന് പറയുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട ഉമ്മു ഹുമൈദിനി സാഇദി റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചതാണ്, അങ്ങയുടെ കൂടെ എനിക്ക് ഞാൻ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം നബി തങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾക്ക് എൻ്റെ കൂടെ നിസ്കരിക്കാൻ താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട് എന്നെനിക്കറിയാം. എങ്കിലും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താ? നിങ്ങളുടെ വീടിൻ്റെ ഉള്ളറയിൽ വെച്ച് നിസ്കരിക്കലാണ് നിങ്ങൾക്ക് സൗകര്യം. എവിടെ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ? സ്വകാര്യ മുറിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ. സ്വകാര്യ മുറിയിൽ വെച്ച് നിസ്കരിക്കലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. എവിടെ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ? പബ്ലിക് റൂമിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ. പബ്ലിക് റൂമിൽ വെച്ച് നിസ്കരിക്കലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. എവിടെ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ? കുടുംബ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു ഹുമൈദിനി സാഇദി റളിയല്ലാഹു അൻഹയോട് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം കേട്ട് മടങ്ങിയ ഈ മഹദി വീട്ടിലെ ഏറ്റവും ഇരുട്ടുള്ള സ്ഥലത്ത് നിസ്കാര സൗകര്യം ഉണ്ടാക്കുകയും മരണം വരെ അവിടെ വെച്ച് ഇബാദത്ത് നിർവഹിക്കുകയും ചെയ്തു. കണ്ടോ, മുഹമ്മദ് സാഹിർ അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിച്ചു. അതിനുശേഷം നബി തങ്ങൾ ഈ രൂപത്തിൽ മറുപടി നൽകിയപ്പോൾ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഉപദേശം കേട്ട് ഈ മഹദി എന്താ ചെയ്തത്? വീട്ടിൽ ഏറ്റവും ഇരുളുള്ള സ്ഥലത്ത് നിസ്കാര സൗകര്യം ഉണ്ടാക്കുകയും മരണം വരെ അവിടെ വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട
ഉമ്മു ഹുമൈദിൻ സായിദി മഹദിയായ ഉമ്മു ഹുമൈദിൻ സായിദി റളിയല്ലാഹു അൻഹ നിസ്കരിച്ചിരുന്നത്. നോക്കൂ, അൽ മസ്ജിദുൻ നബവിയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നത്. സാധാരണ മസ്ജിദിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് പ്രതിഫലമാണ് മസ്ജിദുൻ നബവിയിലെ നിസ്കാരത്തിനുള്ളത്. ഇമാമത്ത് നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേതൃത്വം നൽകുന്ന ജമാഅത്തിനേക്കാൾ പ്രതിഫലമുള്ള മറ്റൊരു ജമാഅത്തുമില്ല. ഇത്രയും പ്രാധാന്യമുള്ള ജമാഅത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബി വനിതയെ തിരിച്ചയക്കുകയാണ് ചെയ്തത്. ഇതിൽ വലിയ പാഠമുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഉമ്മു ഹുമൈദിൻ സായിദി റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എവിടെ വെച്ചാണ് നിസ്കരിക്കുന്നത്? മദീന പള്ളിയിൽ വെച്ചുകൊണ്ടാണ്. മദീന പള്ളിയിലുള്ള ഒരു റക്അത്ത് നിസ്കാരത്തിന് മദീന പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാൽ എത്ര കിട്ടും? 1000 മടങ്ങ് നിസ്കരിച്ച പ്രതിഫലമുള്ളത്. ആ പള്ളിയിൽ വെച്ച് നിസ്കരിക്കാനാണ് ഉമ്മു ഹുമൈദിൻ സായിദി റളിയല്ലാഹു അൻഹു സമ്മതം ചോദിക്കുന്നത്. മാത്രമല്ല അവിടെ ഇമാമത്ത് നിൽക്കുന്നത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേതൃത്വം നൽകുന്ന ജമാഅത്തിനേക്കാൾ പ്രതിഫലമുള്ള മറ്റൊരു ജമാഅത്തും ഇല്ല. ആ ജമാഅത്തിനാണ് ഏറ്റവും പവിത്രത ഉള്ളത്. ആ ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ചോദിച്ചിട്ടും ഇത്രയും പ്രാധാന്യങ്ങളൊക്കെ ഉള്ള ഒരു ജമാഅത്താണ് അവിടെ നടക്കുന്നത്. ആ ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഉമ്മു ഹുമൈദിൻ സായിദി റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞ? ആ സ്വഹാബി വനിതയോട് പറഞ്ഞത് നിങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. അതിലാണ് പറഞ്ഞത് നമുക്ക് എന്തുണ്ട്? വലിയ പാഠമുണ്ട്. അപ്പോൾ സ്ത്രീകൾ എവിടെ വെച്ച് നിസ്കരിക്കണം? തൻ്റെ വീടിൻ്റെ ഉള്ളറയിൽ വെച്ചുകൊണ്ടായിരിക്കണം നിസ്കരിക്കേണ്ടത്. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും പീഡനങ്ങളും നാൾക്കുനാൾ കൂടി വരികയാണ്. ഇസ്ലാമിക നിയമം അവഗണിച്ച് സ്ത്രീകൾ പുറത്തിറങ്ങുകയും മാന്യതയില്ലാത്ത വേഷങ്ങൾ ധരിക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണം. സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ശറഅ് മുന്നോട്ട് വെച്ചത്. എന്തൊക്കെയാണ് പറഞ്ഞത്? സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും പീഡനങ്ങളും നാൾക്കുനാൾ കൂടി വരികയാണ്. നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാടുകളിൽ ഇഷ്ടംപോലെ അനുഭവങ്ങൾ, ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ നാട്ടിൽ ഈ സ്ത്രീകൾക്കെതിരെയുള്ള കയ്യേറ്റങ്ങളെക്കുറിച്ച് ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇതിന് കാരണം? ഇസ്ലാമിക നിയമങ്ങൾ അവഗണിച്ച് സ്ത്രീകൾ പുറത്തിറങ്ങുകയും മാന്യതയില്ലാത്ത വേഷങ്ങൾ ധരിക്കുകയും ചെയ്തതാണ് ഇതിൻ്റെ പ്രധാന കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു തആല പുരുഷ വേഷം ധരിക്കുന്ന സ്ത്രീകളെയും സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെയും അല്ലാഹു തആല ശപിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കാലത്ത് ഈ സമയത്തൊക്കെ നമ്മുടെ നാടുകളിൽ പല കുട്ടികളും പെൺകുട്ടികളും വസ്ത്രം ധരിക്കുന്നത് ആൺകുട്ടികളുടെ രൂപത്തിലുള്ള വസ്ത്രങ്ങളാണ്. ഫാൻറ്റ്, ജീൻസ് ഫാൻറ്റ്, അതുപോലെ തന്നെ ആൺകുട്ടികൾ ധരിക്കുന്നത് പോലെയുള്ള ഷർട്ടുകൾ അല്ലെങ്കിൽ ടീഷർട്ടുകൾ, അല്ലെങ്കിൽ ക്രോപ്പ് ടീഷർട്ടോ ക്രോപ്പ് ടോപ്പ്, അങ്ങനെ എന്തൊക്കെയോ പേരിലൊക്കെയുള്ള ഡ്രസ്സുകൾ. ചുരുക്കി പറഞ്ഞാൽ ആൺകുട്ടികളുടെ ഷർട്ടിൻ്റെ അത്ര ഇറക്കം അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ ഒരു ഇറക്കം, ഈ രൂപത്തിലാണ് ഇന്ന് വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൺകുട്ടികളുടെ വസ്ത്രത്തിനോട് സാദൃശ്യമായിട്ട് വരികയാണ് അവിടെ. അതാ റസൂലുള്ളാഹി പറഞ്ഞത്, ആൺവേഷം ധരിക്കുന്ന സ്ത്രീകളെ അല്ലാഹു തആല ചെയ്തിരിക്കുന്നു, ശപിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ആ രൂപത്തിലല്ല പെൺകുട്ടികൾ എന്ത് ചെയ്യരുത്? വസ്ത്രം ധരിക്കേണ്ടത്. ഇസ്ലാമിക വേഷവിധാനം എന്ന് പറയുന്നത് അന്യപുരുഷൻ്റെ അരികിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ പാഠത്തിൽ പറയും, അന്യപുരുഷന്മാരിലേക്ക് ഇറങ്ങുമ്പോൾ ശരീരം മുഴുവൻ മറക്കണം. ഓരോ ഭാഗത്തുള്ള മറകളെക്കുറിച്ചും പാഠത്തിൽ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതെന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാം എടുത്തു കൊടുക്കുന്ന വസ്ത്രം അത് ഇസ്ലാം അനുവദനീയമാക്കിയ വസ്ത്രങ്ങളാണോ എന്ന് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നാളെ മഹ്ശറയിൽ എന്ത് ചെയ്യും? ആ മക്കൾ നമ്മളെ നെഞ്ചത്ത് കയറും. കാരണം എന്താ? രക്ഷിതാക്കൾ എടുത്തു കൊടുത്ത ആ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവർ നടന്നത്. അപ്പോൾ രക്ഷിതാക്കൾ എന്ത് ചെയ്തു? അതിന് പ്രോത്സാഹനം നൽകി എന്നൊരു കാരണം അവിടെ ഉണ്ടാകും. അപ്പോൾ നാളെ എന്ത് ചെയ്യും? മഹ്ശറയിൽ ആ മക്കൾ നമ്മളെ നെഞ്ചത്ത് കയറും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ മാന്യമായ വസ്ത്രങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കണം. ഇനി നോക്കിയാൽ ഖുർആൻ പറയുന്നു, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന. ഇതാ നമ്മളെ ഹെഡിങ്ങാണ്, യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന. ദാലിക അദ്നാ അൻ യുറഫ്ന ഫലാ യുഅ്ദന വകാന അല്ലാഹു ഗഫൂറർ റഹീമ. എന്താ ഇതിൻ്റെ അർത്ഥം? പ്രവാചകരെ, അങ്ങയുടെ ഭാര്യമാരോടും പെൺമക്കളോടും മുസ്ലിം സ്ത്രീകളോടും ശരീരമാകെ മറക്കുന്ന അയവുള്ള വസ്ത്രം ധരിക്കാൻ പറയുക. എങ്ങനത്തെ വസ്ത്രമാണ്? ശരീരമാകെ മറക്കുന്ന അയവുള്ള വസ്ത്രം. അപ്പോൾ ശരീരത്തിനെ ഇടുക്കി കാണിക്കുന്ന, ശരീരത്തും ഇടുങ്ങി നമ്മൾ ടൈറ്റാക്കിയിട്ട് ധരിക്കുന്ന വസ്ത്രങ്ങളല്ല ധരിക്കേണ്ടത്. നമ്മൾ എടുക്കുന്ന വസ്ത്രങ്ങൾക്കൊക്കെ ഏകദേശം ലൂസായിരിക്കും, പക്ഷെ നമ്മളത് ഷെയ്പ്പാക്കും. എങ്ങനെ? അടിച്ചിട്ടും
അടിച്ചൊക്കെ നമ്മളെന്ത് ചെയ്യും, നമ്മളെ ശരീരത്തിലേക്ക് ടൈറ്റാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ഇസ്ലാം അതിനെ അനുവദിക്കുന്നില്ല. ശരീരത്തിൻ്റെ വണ്ണവലിപ്പങ്ങളും ശരീരത്തിൻ്റെ നിറങ്ങളും കാണിക്കുന്ന വസ്ത്രം കൊണ്ടല്ല നമ്മുടെ ശരീരം മറക്കേണ്ടത്. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞത്, ശരീരമാകെ മറക്കുന്ന അയവുള്ള വസ്ത്രം ധരിക്കാൻ പറയുക. അവരെ തിരിച്ചറിയാനും ഉപദ്രവിക്കാതിരിക്കാനും അതാണ് നല്ലത്. അവരെ തിരിച്ചറിയാനും ഉപദ്രവിക്കാതിരിക്കാനും അതാണ് നല്ലത്. അപ്പോൾ ഈ രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചാൽ എന്ത് ചെയ്യും, അവരിലേക്ക് ഉപദ്രവങ്ങൾ വരികയില്ല. നേരെ മറിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ വണ്ണവലിപ്പങ്ങളൊക്കെ കാണിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നതെങ്കിൽ അവരിലേക്ക് എന്ത് ചെയ്തേക്കാം, അക്രമങ്ങൾ വന്നേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മർഅത ഔറത്തുൻ ഫഇദാ ഖറജത് ഇസ്തശ്റഫഹ ശൈത്താൻ വഅഖറബ മാ തകൂനു മിൻ വജ്ഹി റബ്ബിഹാ വഹിയ ഫീ ഖഅരി ബൈതിഹാ. എന്താ പറഞ്ഞത്, സ്ത്രീ ഔറത്താണ്. സ്ത്രീ എന്ത് ചെയ്യണം, അവരുടെ ശരീരത്തെ അവൾ മറച്ചോണം, മറക്കൽ നിർബന്ധമാണ്. അന്യപുരുഷന്മാരുടെ അരികിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയാകണം, അതുപോലെ തന്നെ രക്തബന്ധത്തിൻ്റെ ഇടയിൽ എങ്ങനെയാകണം, ആരുമില്ലാത്ത സമയത്ത് എങ്ങനെയാകണം എന്നൊക്കെ ഇസ്ലാം നിർദ്ദേശം നമ്മൾ മുൻകാല പടങ്ങളിലൊക്കെ അത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ സ്ത്രീകൾ എന്ത് ചെയ്തോളണം, വസ്ത്രം ധരിച്ചോളണം. പുറത്തിറങ്ങിയാൽ പിശാച് അവളെ എത്തി നോക്കും. അവൾ അല്ലാഹു തആലയിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് വീടിൻ്റെ ഉള്ളറയിലായിരിക്കുമ്പോഴാണ്. അപ്പോൾ അവൾ പുറത്തിറങ്ങിയാൽ എന്ത് ചെയ്യും, പിശാച് അവളെത്തി നോക്കും. എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഉപദ്രവങ്ങൾ അവരിലേക്ക് എന്ത് ചെയ്യും, വന്നു ചേരും. അതുകൊണ്ട് അവൾ ഏറ്റവും കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കുന്നത് ഏത് സമയത്താണ്, അവൾ വീടിൻ്റെ ഉള്ളറയിലായിരിക്കുമ്പോഴാണ്. അൽ മർഅത്തു റാഇയത്തും ഫി ബൈത്തി സൗജിഹ. സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ഭരണാധികാരിയാണ്. സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ഭരണാധികാരിയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. അത് നഖറ വനഫം വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. അറബി പദങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും. ഇസ്തഖിർന നിങ്ങൾ പിന്നിൽ നടക്കുക, ത്വരീഖ് വഴി, അസ്വാജ് ഭാര്യമാർ, നിസാ സ്ത്രീകൾ, ബൈത്ത് ഉള്ളറ, ദാറ് പൊതുമുറി, അഖറബ് ഏറ്റവും അടുത്തത്. ബാക്കിയുള്ള പദങ്ങളൊക്കെ വായിച്ച് അതിൻ്റെ കൃത്യമായ ആൻസറുകൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ നുംഷുൽ ജുംല, കുറച്ച് പദങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് കുറച്ച് വാക്കുകൾ ഉണ്ടാക്കണം. ഏതാണ്? ഒന്ന് ഐശ്വര്യം, ആകർഷണം, പ്രതിഫലം, ഇങ്ങനെ 3 വാക്കുകൾ. അപ്പോൾ ഐശ്വര്യം, സ്ത്രീ വീടിൻ്റെ ഐശ്വര്യമാണ്. അടുത്തത് ആകർഷണം, എൻ്റെ വീട്ടിൽ ആകർഷണീയമായ പൂന്തോട്ടമുണ്ട്. ഇനി പ്രതിഫലം, സ്വാലിഹായ സ്ത്രീകൾക്ക് അന്ത്യനാളിൽ അള്ളാഹു പ്രതിഫലം നൽകും. ഇനി അടുത്തത് നംല ഉൽ ഫറാഖ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ആയത്താണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഒന്നാമത്തത് യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. ജലാബീബിഹിന്ന ദാലിക അദ്ന അയുറഫ്ന. അപ്പോൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത് ജലാബീബിഹിന്ന എന്നതാണ് എഴുതി കൊടുക്കേണ്ടത്. ഇനി രണ്ടാമത്തത് ഇസ്തഖിർന ഫഇന്നഹു ലൈസ ലകുന്ന അൻ ഡാഷ് അത്വരീഖ് അൻ തഹ്ഖുഖ്ന അത്വരീഖ്. ഇനി മൂന്നാമത്തത് വ അഖറബു മാ തകൂനു മിൻ വജ്ഹി റബ്ബിഹ വഹിയ ഫി ഡാഷ് ബൈതിഹ വഹിയ ഫി ഖഅരി ബൈതിഹ. ഇനി നാലാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യമാരും ഇരിക്കുമ്പോൾ ഡാഷ് അവിടേക്ക് കടന്നു വന്നു. ആരാ കടന്നു വന്നത്? അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വന്നു. ഇനി അഞ്ചാമത്തത് സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ ഭർത്താവോ ഡാഷ് പുരുഷനോ വിശ്വസ്തരായ സ്ത്രീകളോ കൂടെ വേണം. അപ്പോൾ സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ ഭർത്താവോ മഹ്റമായ പുരുഷനോ വിശ്വസ്തരായ സ്ത്രീകളോ കൂടെ വേണം. ഇനി നാലാമത്തെ നുബയ്യിനു സിയാഖ്, സന്ദർഭം വിവരിക്കാനാണ്. ഒന്ന് അദ്ദേഹം അന്ധനല്ലേ. ഇതിൻ്റെ സന്ദർഭം ഏതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരായ ഉമ്മു സലമ, മൈമുന റളിയല്ലാഹു അൻഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അന്ധനായ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 ഭാര്യമാരോടും മറയുടെ പിറകിലേക്ക് പോവാൻ പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, അദ്ദേഹം അന്ധനല്ലേ?
അപ്പോൾ ഏതോ സന്ദർഭം എന്നും കിട്ടി, ആരോടാണ് പറഞ്ഞെന്നും കിട്ടി. ഇനി രണ്ടാമത്തെ, നിൻ്റെ വീടിൻ്റെ ഉള്ളറയിൽ നിസ്കരിക്കുന്നതാണ് നിനക്കുത്തമം. അതേതാ സന്ദർഭം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ നിസ്കരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ഉമ്മു ഹുമൈദിനി സായിദി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് അഞ്ചാമത്തെ തഖ്സീസ്. നിങ്ങളുടെ കുടുംബത്തിലും അയൽപക്കത്തുമായി എത്ര മുതിർന്ന സ്ത്രീകളുണ്ട്, അവരിൽ പർദ്ദ ധരിക്കുന്നവർ എത്ര പേരുണ്ട്, റിപ്പോർട്ട് തയ്യാറാക്കുക. നിങ്ങളുടെ കുടുംബത്തിലും അയൽപക്കത്തുമായി എത്ര സ്ത്രീകളുണ്ട്, അതുപോലെ തന്നെ അവരിൽ ആരൊക്കെ പർദ്ദ ധരിക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ A4 എഴുതി ഉഷാറാക്കി എഴുതിയിട്ട് കൊണ്ടുവരണം. അതോടൊപ്പം രണ്ടാമത്തെ, സ്ത്രീ രംഗപ്രവേശവും സ്ത്രീ പീഡനവും എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. പ്രബന്ധം തയ്യാറാക്കി കൊണ്ടുവരാൻ, എന്നിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനുള്ളതാണ്. ഇവിടെ ഇപ്പം നമ്മൾ ചെറുതായിട്ടൊരു രൂപത്തിൽ മോഡലായിട്ട് എഴുതിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരുപാട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക്. സ്ത്രീ രംഗപ്രവേശനം ഇത്രയധികം കോലാഹലങ്ങൾ സൃഷ്ടിച്ച ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. സ്ത്രീയുടെ പൊതുരംഗത്തേക്കുള്ള കാൽവെപ്പ് അവൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ഇടവരുന്നു. ഉത്തമ നൂറ്റാണ്ടുകളായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ സ്വഹാബത്തിൻ്റെയോ താബിഈകളുടെയോ കാലത്തൊന്നും ഇത്തരം പ്രവണത നിലനിന്നിരുന്നില്ല. സ്ത്രീയും പുരുഷനും ഇരുമ്പും കാന്തവും പോലെയാണ്. അവർ പരസ്പരം ആകർഷിക്കും, അടുപ്പിച്ച് വെച്ചാൽ കൂട്ടിയുരസും. അതുകൊണ്ട് സംഭവിക്കുന്ന ദുരിതങ്ങൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരിക സ്ത്രീകളായിരിക്കും. അതിനാൽ സ്ത്രീ സുരക്ഷയ്ക്ക് ഇസ്ലാം തികഞ്ഞ ശ്രദ്ധയും ജാഗ്രതയും നിർദ്ദേശിക്കുന്നു. അർഹമായ പരിഗണനയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നു. രാജ്യസുരക്ഷയ്ക്കായി അതിർത്തിയിൽ വേലികെട്ടിയും മതിൽ കെട്ടിയും നാം സുരക്ഷയൊരുക്കാറുണ്ട്. ഇതുപോലെ സ്ത്രീ സൗന്ദര്യത്തെ ചൂഷണം ചെയ്യുന്ന പുരുഷന്മാരുടെ കയ്യേറ്റങ്ങൾ തടയാൻ അത്യാവശ്യമായി പൊതുരംഗത്തേക്കിറങ്ങുന്ന സ്ത്രീകൾ ഇസ്ലാം കൽപ്പിക്കുന്ന വേഷവിധാനങ്ങൾ ധരിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം അവർ അക്രമത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും ഇരയാകും. ഇതൊരു മോഡലായിട്ട് മാത്രമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചേർത്തിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് എഴുതാവുന്നതാണ്. ഇതോടെ നമ്മുടെ രണ്ടാം പാഠത്തിലെ തദ്രീബാത്ത് അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.